എനിക്ക് തോന്നുന്നത് ബന്ധുക്കൾക്കെല്ലാം ഷെയർ ചെയ്യേണ്ടി വരുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലും അയാൾ കൊണ്ടുവന്നിരിക്കാം. അത് നിയമവിരുദ്ധമായ സ്വർണമാവാം, തങ്കക്കട്ടികളാവാം. എന്തായാലും അയാൾ ഇങ്ങനെ പതറാനുള്ള കാരണം അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യാം, ആ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ദൗത്യം ഞാൻ അങ്ങ് ഏറ്റെടുക്കാം. ഒന്നാമത് നിന്നെ അയാൾക്ക് കണ്ണെടുത്താ കണ്ടു. അതൊന്നും കുഴപ്പമില്ല. അയാളുടെ കണ്ണിൽ പെടാതെ വീട്ടിൽ കയറുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്നുമല്ലെങ്കിലും 5-6 വർഷമായിട്ട് പ്രകാശ് കുമാർ സാറിന്റെ കൂടെ ജോലി ചെയ്ത പരിചയം എനിക്കില്ലേ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു പരിഹാരവുമായിട്ട് വരാവൂ. അതെ, പൊന്നു, എന്തിനായിരിക്കും ഈ കോളനിക്കാർ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്? തങ്കുവേട്ടൻ ഗൾഫിൽ നിന്ന് വന്നല്ലേ, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. ബന്ധുക്കളെ പേടിച്ചാ ആ വീട് വിറ്റ് ഈ വീട്ടിലേക്ക് വന്നത്. ഈ കോളനിയിലെ ഏത് പ്രഗത്ഭൻ വന്നാലും ആ ഗേറ്റ് കിടന്ന് ഇപ്പുറത്തേക്ക് വരരുത്. നമുക്ക് കുറച്ചു കാലം ഇവിടുന്ന് മാറി നിന്നാലോ? നല്ല കഥേ. തിരിച്ചു വരുമ്പോഴേക്കും ഈ വീട് കോളനിക്കാരെ പിടിച്ചടക്കിയിരിക്കും. എല്ലാ അസൂയക്കൂട്ടങ്ങളല്ലേ? അതെ അതെ. ആ അസൂയക്കൂട്ടങ്ങളെ ഞാൻ തുരത്തും. അതിനുള്ള ഐഡിയ ഈ ഗൾഫ് തലക്കകത്തുണ്ട്. കേട്ടോ, ഒരു സിംഹത്തിന്റെ ഗർജനം പോലെ തോന്നുന്നില്ല. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരുത്തനും ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരില്ല. എങ്ങനെയുണ്ട് എന്റെ ഗൾഫ് ബുദ്ധി? നല്ല ഡീറ്റെയിൽസ് കുര. ഗൾഫ് സെറ്റല്ലേ? ഗേറ്റ് തുറന്ന് ഒരുത്തം വരുന്നുണ്ട്. വാ വാ വാ. മണിയനിട്ട് നമുക്കൊരു പണി പണിയാം. ഓണാക്കാം. പട്ടിയാണെന്ന് പറഞ്ഞോടി. എന്തായാലും നമ്മുടെ പട്ടിയുടെ പരിപാടി വിജയിച്ചു. ദൈവമേ, നീ വീമ്പിളക്ക് പോയപ്പോഴേ കരുതി ഇത് നടക്കുന്ന കാര്യമല്ലെന്ന്. അത് എനിക്കെന്നല്ല, ആർക്കും പറ്റൂല. അതെന്ത്? അവിടെ ആ തങ്കപ്പന്റെ വീട്ടില് ഒരു നരഭോജി പോലത്തെ ഒരു പട്ടിയുണ്ട്. ആണാ? കാറത്ത് ഇരുണ്ട് ഒരു 4-4.5 അടി വരും. പക്ഷെ അതിന്റെ കൊര കേട്ടിട്ട് പട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല സിംഹമോ കരടിയോ എന്തോ ആണ്. എടാ, വീട്ടിലാണ് സിംഹത്തിനെ വളർത്തുന്നത്. നിങ്ങൾ കണ്ടില്ലല്ല? എടാ, ഇതെന്താന്നറിയോ? നമ്മൾ ആ വീട്ടിലോട്ട് അടുക്കാതിരിക്കാനുള്ള നമ്പരാണ്. ഉറപ്പിച്ചു. ആ വീട്ടിലെന്തോ ദുരൂഹമായ രഹസ്യങ്ങളുണ്ട്. അതുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാന്നല്ല, കണ്ടുപിടിക്കണം. ഞാൻ പ്രകാശ് ചേട്ടനോട് പറയാം. ആദ്യം പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അത് വേണ്ട, എനിക്ക് ഡിറ്റക്റ്റീവിൽ കുറച്ച് പ്രാവീണ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നു. തന്ത്രപരമായ കരുതേക്ക് തങ്കപ്പനെയും ആ വീട്ടിൽ ചൂഴ്ന്നിരിക്കുന്ന രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരാം. പക്ഷെ ആ വീട്ടിൽ കയറണമെങ്കിൽ കയ്യിൽ എന്തേലും ആയുധം കരുതണം. അതെന്തിന്? ഞാൻ പറഞ്ഞില്ല, ഒരു നരഭോജി പട്ടിയുണ്ട്. ശരിയാണ്. കേട്ടിടത്തോളം അതൊരു സൂത്രമാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അത് തന്നെ തോന്നി. അതൊക്കെ ആളുകളെ വരട്ടാനുള്ള അടവല്ലേ? എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ കടന്നു കയറാൻ പറ്റുന്ന ഒരു പെണ്ണിനായിരിക്കും. സുമ സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിന്റെ ഭാര്യയില്ലേ? അപ്പോ ഒരു അന്വേഷണ ബുദ്ധി സുമയ്ക്ക് കാണാതിരിക്കില്ല. അതെ അതെ, സുമ വിചാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുള്ള കഴിവും തന്റെടവും മിസ്സിസ് സുമയ്ക്കല്ലാതെ വേറെ ആർക്കാ ഈ കോളനിയിലുള്ളത്? ശരിയാണ്. അർച്ചന പറഞ്ഞതൊരു സത്യമാണ്. ആ സത്യം സാക്ഷാത്കരിക്കാൻ ഈ സുമ പ്രകാശ് കുമാർ തയ്യാർ. ആര് പറഞ്ഞു? അതെ, ഞാൻ പിന്നെ വിളിക്കാവേ. അതെ പൊന്നമ്മ. എന്താ സുമേ? ഞാനിപ്പോ വന്നതേ. എന്താ പറയാം. താങ്കളെ പോലുള്ള ഒരു പണക്കാരന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു ഹെൽപ്പ്. ഇത് ഉമ്മന്നൂർ കോവിലകത്തെ തങ്കവിളക്ക. ഇന്നത്തെ വില അനുസരിച്ച് 50 ലക്ഷത്തോളം വില മതിക്കൂ ഇതിന്.
ഇത് ഇവിടെ പറയാം. ആ കോവിലകവുമായി അടുത്ത ബന്ധമുള്ള ആളാ ഞാൻ. അതുകൊണ്ടാ അവരുദ്ദേശിച്ച ഒരു കാര്യത്തിന് ഈ തങ്കവിളക്ക് എന്നെ ഏൽപ്പിച്ചത്. അല്ല, മാഡം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഈ തങ്കവിളക്ക് ഒന്ന് വിറ്റ് തരാൻ താങ്കൾ എന്നെ സഹായിക്കണം. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെയാ? നമുക്ക് അകത്ത് സംസാരിക്കാം. വാ വാ. എടി വിളിയെടി. വേണ്ട. ഞാൻ വിളിച്ച് കേട്ടെടി. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ വീട്ടിൽ ആരും എന്നെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാൻ വിടൂല്ല. അയ്യോ, വേണ്ട. അകത്തേക്ക് കയറി പോ. അയ്യോ, വേണ്ടാത്തോണ്ടാ. ഇവിടെ ഇരിക്കും മാഡം, ഇവിടെ ഇരിക്കും മാഡം. ആ മാഡം ഇരിക്കും. എടി, നീ പോയിട്ട് മാഡത്തിന് കുടിക്കാൻ അടിപൊളി ചായ കൊണ്ടുപോവാ. മാഡം, എന്താണ് ഇപ്പോൾ അവരിത് വിൽക്കുന്നത്? കോവിലകത്തിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുമല്ലേ? 11 ആനകൾ ഉണ്ടായിരുന്ന കോവിലകവാ. ആണോ? കഠിനമായ ദാരിദ്ര്യം മൂലം എല്ലാ അൾസർ വന്നു ചരിഞ്ഞു. റോഡിന് സ്ഥലമെടുക്കലും വസ്തു വീതം വെക്കലും ഒക്കെയായി കോവിലകം ഇപ്പൊ ആകെ നശിച്ച് നാമാവിശേഷമായിരിക്കണു. ആയിരിക്കണോ? അയ്യോ സോറി, കോവിലകത്തെ കുറിച്ച് സംസാരിച്ചപ്പോ എനിക്കറിയാതെ അവരുടെ ലാംഗ്വേജ് വന്നു പോയതാ. നഗരത്തിലെ വമ്പൻ ജുവലറിക്കാരൊക്കെ എന്റെ കൂട്ടുകാരാ. മാഡം പറഞ്ഞ സ്ഥിതിക്ക് പറ്റില്ല എന്നെങ്ങനെ പറയാ? ഇത് വിറ്റ് കിട്ടിയാൽ ആ കുടുംബത്തിന് അതൊരു വലിയ രക്ഷയായിരിക്കും. ഞാൻ ഇത് നാളെ തന്നെ കച്ചവടമാക്കി വില പറഞ്ഞു വെക്കാം. അവർക്കും താല്പര്യമുള്ള വിലയാണെങ്കിൽ കച്ചവടമാക്കാം. അതുപോലെ ഓക്കേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. മാഡം ചായ കുടിച്ചിട്ട് പോവാം. ചായ കുടിക്കും. താങ്ക് യു. അപ്പൊ ഞാൻ എന്ന് വരണം? നാളെ വരണ്ട, മറ്റേന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോന്നോളൂ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നേ. ഓക്കേ, കേട്ടോ. ശരി, എല്ലാം ശരി. ശരിയാക്കി തരാം. എന്റെ ദൈവമേ. അയ്യോ. എടീ, 50 ലക്ഷത്തിന്റെ മുതലാ. തങ്കവിളക്ക് മോഷണം മുതലാണോ ഉമ്മന്നൂർ കോവിലകത്തെയാണോ എന്നൊന്നും ചോദിക്കാതെയാണ് വിളക്ക് വാങ്ങിവെച്ചത്. തങ്കപ്പൻ യഥാർത്ഥ കാശുകാരനാണെങ്കിൽ ഇത് വിറ്റിട്ട് നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള തുക സുമയെ ഏൽപ്പിക്കും. അതല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലൊരു ഫ്രോഡാണെങ്കിൽ അയാൾ ആ വിളക്കുമായി കടക്കും. ഇത് ഇരുമ്പ് വിളക്കാണെന്ന് അറിയുമ്പോഴാണ് തങ്കപ്പൻ കുടുങ്ങാൻ പോകുന്നത്. രണ്ടായാലും തങ്കപ്പന്റെ തനിനിറം നമുക്കറിയാലോ. ആ കച്ചവടം ഉറപ്പിച്ചോ? ആ, പറയാം. കച്ചവടം ഉറപ്പിച്ചു. എന്ത് വില പറഞ്ഞു? 2 ലക്ഷം. 2 ലക്ഷമല്ല, 2 രൂപ. എടി, അവരെന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്തത് ഭാഗ്യമായി. തങ്കേട്ടാ, ഇത് തങ്കവിളക്കല്ലേ? ഇത് തങ്കവിളക്കല്ല, കുന്തവിളക്കാണ്. എടി, ഇത് ഇരുമ്പിന്റെ വിളക്കാ. എന്താ നീ ഇരുമ്പെന്താ ലോകത്തെ കുറിച്ച് കേട്ടിട്ടില്ല? എന്റെ ഈശ്വരാ, വിറ്റാൽ 50 ലക്ഷം രൂപ കിട്ടുമെന്ന് കരുതിയിട്ടാ ദിവസം 2000 രൂപ വാടകയുള്ള ഈ റൂം എടുത്തത്. ഇനി 2000 രൂപ ഞാൻ എവിടെ എടുത്ത് കൊടുക്കുമോ? അയ്യോ, ആ കള്ളി സുമ നമ്മളെ പറ്റിച്ചതാ. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം റിസപ്ഷനിൽ നിൽക്കുന്നവരുടെ കണ്ണു വെട്ടിച്ച് ഈ ഹോട്ടലിൽ നിന്ന് കടക്കാനുള്ള മാർഗം തേടാം. നീ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ പാക്ക് ചെയ്യ്, വേഗം പാക്ക് ചെയ്യ്. നിന്റെ ദൈവമേ, ഹോട്ടലുകാരുടെ കയ്യിൽ നിന്ന് മിക്കവാറും കിട്ടും. അയ്യോ, തങ്കേട്ടാ, വാതില്. വാതില് തുറന്നു കിടക്കുന്നു. അയ്യോ, നമ്മൾ അടച്ചിട്ട് പോയതല്ലേ? പിന്നെ ഏ വാ. പേടിക്കണ്ട, ഞങ്ങൾ മോഷ്ടിക്കാനൊന്നും വന്നതല്ല. തങ്കവിളക്ക് കൊണ്ട് തങ്കപ്പനും പെണ്ണമ്മയും ഇവിടുന്ന് പോയെന്നറിഞ്ഞപ്പോ ഹൗസ് ഓണറുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി വീട് ഞങ്ങളെ തുറന്നതാ. നിങ്ങൾ ഇവിടെ തിരിച്ചു വരുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. ആ, സമീപത്തുള്ളവരെയും ബന്ധുക്കളെയൊക്കെ അകറ്റി നിർത്തുന്നതിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം കളിച്ചൊരു നാടകമാണിത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഊരുടെ തങ്കപ്പ ക്ലാസ് ആ
നിങ്ങൾ വരൂ വരൂ. നീ പിടിച്ച് പൂട്ടി. അയ്യോ എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ കൊലച്ചത് ചെയ്ത്? ആരാ യുവമാരെയൊക്കെ തുറന്നു വിട്ടത്? നീ ഇവർക്കൊക്കെ പണം കൊടുക്കാനില്ലടാ. ഉണ്ട്. കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കാൻ വന്ന ഞങ്ങളെ സ്നേഹത്തോടെ വിളിച്ച് ചായ തരാന്നും പറഞ്ഞ് അകത്തിട്ട് പൂട്ടിയതാ ഈ ദ്രോഹി. ഇക്കണ്ട നിരപരാധികളായ ആളുകളെയൊക്കെ പറ്റിച്ച് ഈ കോളനിയിൽ താമസിക്കാമെന്ന് വിചാരിച്ച നിന്നെ എന്നെ ഒന്നും ചെയ്യരുത്, എന്നോട് ക്ഷമിക്കണം. ദാ, പിടിക്കടാ. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച ഷർട്ട് കാണുന്നില്ല. ഓ ഇവള് കഴുകാനിട്ട് കാണും. കാണുന്നില്ല. കഴുകിയിട്ടിട്ടുണ്ടല്ലോ. അയ്യോ അയ്യോ ഇവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കളർ തുണിയുടെ കൂടെ വെള്ളത്തുണി സർഫിലിട്ട് കുതിത്തല്ലേന്ന്. അയ്യോ കളർ മൊത്തം എടി പൊന്നോ. അയ്യോ വാങ്ങിയിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് അത് നശിപ്പിച്ച്. 1200 ഷർട്ട ഇട്ട് കൊതി പോലും തീർന്നില്ല. എടി പൊന്നോ ഇങ്ങനെ ഇറങ്ങി വാടി. ഓ ഇങ്ങനെ കിടന്ന് അലറണ്ട, ഞാൻ ഇറങ്ങി വരിക. അവിടെ വരവില്ല. എന്താ നീ ആകാശത്തായിരുന്നാ? എന്താ വിളിച്ചോ? എന്നതാടി നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് നിന്റെ കളർ ഇറങ്ങുന്ന ഡ്രസ് എന്റെ ഷർട്ടിന്റെ കൂടെ ഇടല്ലേന്ന്. കഴിഞ്ഞ തവണ നീ ഒരു ഷർട്ട് ഇതുപോലെ ചെയ്താക്കി. ഇതിലുമായി നിന്റെ ഒടുക്കത്തെ കളറ് ചുരിദാറിന്റെ. ഒരല്പം നാരങ്ങ നിരെടുത്ത് ആ കളർ പുരട്ട ഭാഗത്ത് ഇങ്ങനെ പുരട്ടി കഴുകിയ അത് പോവും. ആണോ? നീ തന്നെ ചെയ്ത് കാണിക്കടി ചെയ്ത് കാണിക്കടി. ഇത് പോയല്ല. എടീ നീ കാരണം എന്റെ ഒരു ഷർട്ടും കൂടി തൊലഞ്ഞു. ഞാൻ കാരണോ? ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഷർട്ടാ. ഡ്രൈ ക്ലീൻ ചെയ്താ മാറും. എവിടെ മാറാൻ? 1200 രൂപയുടെ ഷർട്ടാ. 1200 രൂപയുടെ ഷർട്ടിൽ കറ പോവില്ലെന്ന് ഏതെങ്കിലും ഡ്രൈ ക്ലീൻ സെന്റർ എഴുതി വെച്ചിട്ടുണ്ടോ? സാരമില്ല, ഇതും എന്റെ അപ്പന്റെ കാശ് കൊണ്ട് വാങ്ങിയ ഷർട്ടല്ലേ. എന്നാ നീ ഇത് കൊണ്ട് നിന്റെ അപ്പന് കൊറി അയാളിട്ട് കിടക്കട്ടെ. ദേ ചേട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ അപ്പന് മാത്രം പറയരുത്. നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ ഞാനത് ഫിലിം പെട്ടി ചുമന്നാണെങ്കിൽ തിരിച്ചടക്കും. അങ്ങനെ കൊടുത്തു തീർക്കാൻ നിന്നാലേ ഈ ജന്മം കടം തീർക്കാൻ തങ്കൂന് സാധിക്കില്ല. 2 ലക്ഷം രൂപയും 60 പവനും ഇട്ടാ എന്റെ അപ്പൻ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. 60 പവനിൽ 3/4 നിങ്ങൾ ഓരോ ആവശ്യത്തിനെടുത്ത് തീർത്തു. ആ സ്വർണം അന്ന് വിൽക്കാതെ വെച്ചിരുന്നെങ്കിൽ ഇരട്ടി വില കിട്ടിയാനെ. അതിന്റെ ഇരട്ടി രൂപയ്ക്ക് നിനക്ക് തീറ്റയായിട്ടും ഉടുതുണിയായിട്ടും നിനക്ക് അണിഞ്ഞിറങ്ങാനുള്ള സാധനമായിട്ടൊക്കെ ഞാൻ മേടിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ കണക്കിന്റെ കയ്യിലുണ്ടടി, നിനക്ക് കാണണോ? ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കിയതിന്റെ കണക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എടീ നിന്റെ അപ്പൻ തന്ന 60 പവന്റെ 2 ലക്ഷം രൂപയുടെ കിടക്ക് നീയല്ലേ ആദ്യം വിളിച്ചു പറഞ്ഞത്? അപ്പൊ നിനക്ക് പറയാം, എനിക്കൊന്നും പറയാൻ പാടില്ല. അല്ല ഞാനിത് കേൾക്കണം. എന്റെ അമ്മ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞതാ, മോനെ ഇവിടെ നിനക്ക് ചേർന്ന പെട്ടല്ലെന്ന്. എങ്കി പിന്നെ എന്നെ അങ്ങ് ഡൈവോഴ്സ് ചെയ്തേക്ക്. ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കരുതെന്ന് എന്റെ അമ്മ തലയെ കൈവച്ച് പറഞ്ഞതാ. ഓ എന്തു നല്ല ആലോചനകൾ വന്നതാ. ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, ഒടുവിൽ വരട്ടെ നിന്റെ മനസ്സിലുള്ളത് ഓരോന്നായി പുറത്തേക്ക് വരട്ടെ. എഞ്ചിനീയർ, ഡോക്ടർ, വക്കീല് നീ സെലക്ട് ചെയ്തെടുത്തോടി, ഞാൻ മാറി തന്നേക്കാം. ഇത് കഴുകിയിട്ടിട്ട് പോ. നിന്റെ ഡോക്ടറോടോ എഞ്ചിനീയറോടോ വക്കീലിനോടോ പോയി പറയടി. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൾ ഇത്രയും നാളും എന്നോട് കാണിച്ച സ്നേഹം കാപട്യമായി. അവളുടെ മനസ്സിൽ എഞ്ചിനീയറും വക്കീലന്മാരും ഡോക്ടർമാരുമാണുള്ളത്. ഞാനാരി ഒരു പാവം ദുബായിക്കാരൻ. ഞാനാരി ജീവിക്കാൻ വേണ്ടി തൊക്കടാ വിതരണ കമ്പനി നടത്തുന്ന ഒരു പാവം. ഷർട്ടിലെ കളർ പിടിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം അവൾക്കാണ്, അവൾക്ക് തന്നെയാണ്, അവൾക്ക് മാത്രമാണ് അല്ലേ? അത് ചോദിച്ചപ്പോൾ അവൾ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? അവളെ ഇന്ന് ഞാൻ ചാവട്ടെ. തങ്കപ്പാ
എന്തോന്നില്ല ഒറ്റയ്ക്ക് നിന്ന് തിരക്കിട്ട് അയ്യോ, എന്നോട് ചെയ്യല്ലേ? എടാ, തങ്കപ്പാടെ പിടിപിടി ഞാൻ ഇരുന്ന് ചത്തുപോകുന്നു. എന്തിനാടാ നീ കരയുന്നേ? നീ കരയുന്നെന്ന് വെച്ചാ പറ. എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ, പറ തങ്കപ്പ. മണിയാ, ഞാൻ ഇന്നൊരു അഗ്നിപർവ്വതമാണ്. ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അമ്മച്ചി, ഓടാ, ഓടാ. അയ്യോ, ഇത്രക്ക് അഹങ്കാരം പാടില്ല. നെഞ്ച് കലക്കിയത് പോരാ, എനിക്കെന്തോ അഹങ്കാരം. നിന്റെ അഹങ്കാരത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ ഭാര്യയുടെ അഹങ്കാരത്തിന്റെ കാര്യമാണ്. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരം എവിടെ നിന്നുണ്ടാവുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. എടാ, സ്വർണത്തിന്റെ വില കുതിച്ചു കയറിയതിന് ശേഷം പെണ്ണുങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണേ. അത് പോട്ട് കാര്യം എന്തെന്ന് വെച്ചാ പറ. കഴുകാൻ കൊടുത്ത എന്റെ 1200 രൂപയുടെ ഷർട്ട് അവള് കഴുകി കളർ മാറ്റി. 1200 വരെ ഷർട്ടാ അവള് കഴുകി കളർ മാറ്റി. എടാ തങ്കപ്പ, ഇവക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടൂല. അതെ, വില കൂടിയ ചുരിദാർ സാരിയും ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ധരിക്കാവൂന്ന് അവർക്കൊരു ധാരണയുണ്ട്. ആണുങ്ങള് സ്വൽപ്പ ചെത്തി നടന്ന ഉടനെ ആ സെക്കൻഡിൽ അവളുമാര് ചോദിക്കും, എവിടെ പോണെല്ലാം കൂടെ വാരി ചുറ്റി ആരെ കാണിക്കാനാ എന്ന്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. നീ പറഞ്ഞത് 100% കറക്റ്റാണ്. എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പാടില്ല, ഒരു ടീഷർട്ട് ഇടാൻ പാടില്ല, ഒരു ജീൻസ് ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ നീ എങ്ങനെയാണ് തങ്കപ്പ കഴിയണത്? അവളുടെ വിചാരം ഞാനിതൊക്കെ സ്ത്രീധനം മേടിച്ച പണം കൊണ്ട് വാങ്ങുന്നതെന്നാ. ഡേ, 60 പവനും 2 ലക്ഷം രൂപയും തന്ന് വധുവിനെ അയച്ചു കഴിഞ്ഞാ തന്തയുടെ തള്ളയുടെ ഉത്തരവാദിത്തം തീർന്ന്. പിന്നെ പൊട്ടു തൊട്ട് കാഞ്ചീപുരം സാരി വരെ നമ്മൾ വേണം വാങ്ങിച്ചു കൊടുക്കാൻ. പിന്നല്ലാതെ പിന്നെ നീ ഒരു പാവമായി പോയി. അതാണ് അവൾ നിന്റെ തലേ കയറിയിരുന്ന് നിരങ്ങുന്നത്. എടാ തങ്കപ്പാ, നമ്മൾ മുയലാകേണ്ടടുത്ത് മുയലാകണം, സിംഹമാകേണ്ടടുത്ത് സിംഹമാകണം. ആയേ പറ്റൂ. മണിയാ, ഓ. നീ പറ, ഞാൻ നീ എന്താകണം? സിംഹമാവണം. ഞാൻ സിംഹമായി. ഇന്നു മുതൽ ഞാനൊരു സിംഹമാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. തങ്കപ്പൻ എവിടെ പോയിരുന്നു? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും. നീ ആരെടി ചോദിക്കാൻ? അയ്യോ, പതുക്കെ. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെടി, കുടിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ അപ്പൻ ശ്രീധരൻ തന്ന കാശിന്റെ അടുത്തല്ലേ ഞാൻ കുടിച്ചത്. എന്റെ റെപ്രസെന്റേറ്റീവ് പണിയിൽ കിട്ടിയ ചില്ലറ കൊണ്ടാണ് ഞാൻ കുടിച്ചത്. ആരുടെ കാശും ആവട്ടെ, കുടിച്ചത് നിങ്ങളല്ലേ? ഞാൻ കുടിക്കും, ഇനി കുടിക്കും. കാരണം ഇന്നു മുതൽ ഞാൻ സിംഹമാണ്. സിംഹം. മരി. ഞാൻ അവിടെ കേട്ടു. അപ്പുറത്തുപ്പുറത്തുള്ള ആളുകളൊക്കെ കേട്ട നാണക്കേടാ. ഒന്നാമത് നിങ്ങൾ കാരണം ഈ കോളനിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതായിട്ടുണ്ട്. നിനക്ക് തലയുയർത്തി നടക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഡോക്ടറല്ലല്ലോ, വക്കീലല്ലോ, എഞ്ചിനീയർ അല്ലല്ലോ, വെറും ഫിലിം റെപ്രസെന്റേറ്റീവ്. ഫിലിം റെപ്രസെന്റേറ്റീവ്. മണിയനൊന്ന് പറഞ്ഞു കൊടുക്ക്. വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ബാറിലേക്കാ. പിന്നെ അമ്പലത്തിലേക്ക് ഓടിയ മനസ്സമാനം കിട്ടാൻ. ഞാൻ പറഞ്ഞു കൊടുക്കാം. ഡേയ് തങ്കപ്പാ, അത് തെറ്റ് തന്നെയാണ്. എന്ത് തെറ്റ്? നീ കൊണ്ടൊന്ന് കുരയ്ക്കാതെ. ഇവിടെ വഴക്ക് കൂടിയ ഉടനെ നേരെ മദ്യശാലയിലിട്ട് പോകുന്നത് അത്ര നല്ല പ്രവണത അല്ല. ആ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കുകയില്ല. മണിയെന്നറിയോ, ഒരു ഷർട്ടിൽ അല്പം കളർ ആയതിന് ഇങ്ങനെ കിടന്ന് ചാടുന്നത്. എന്റെ ഷർട്ട് മൊത്തം കൊളോക്കിയടാ. 1200 അടങ്ങടേ. സ്വന്തം ഭർത്താവിന്റെ ഷർട്ടിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളർ വരുത്തേക്കോ? ബോധം വീഴും. ആരാണ് തലയിട്ട് ആള് വെച്ച് നല്ല മഴ പെയ്യുന്നതെന്ന്. മര്യാദയ്ക്ക് ഇരുന്നോളൂ. ഇനി കൂടുതൽ വെള്ളം വെച്ച ബക്കറ്റോട് കൂടി വെള്ളം തീർന്നു. പതുക്കെ എണീര്, 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 എണീര്. അയ്യോ, എണ്ണയെല്ലാം ഒഴിച്ചത് തന്നെ. എണീര്. എന്റെ പൊന്നെ, ഇതെന്തൊരു വെയിറ്റ് അത്. വെള്ളം അടിച്ചു വന്ന് ചെടിച്ചക്കിന് താഴെ കുത്തിച്ചാരി വെച്ചിട്ട്. ഓക്കെ അല്ലേ തങ്കപ്പ? ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നീ എന്താടി പാലത്തിക്കണോ? മനുഷ്യന് ഉറക്കം തന്നെ. വാ, കിടന്നുറക്കാം. അതൊക്കെ പോണേ. കാര്യം നിസ്സാരം, പക്ഷെ പ്രശ്നം ഗുരുതരമാവുമെന്തോ. പൊന്നമ്മ വക്കീലിനെ കണ്ടിട്ട് വരികയാണല്ലോ. അപ്പൊ കാര്യങ്ങള് ഡൈവേഴ്സിന്റെ അടുത്ത് വരെ എത്തി.